ജൈനുൽ ആബിദ് സഖാഫി, കൗൺസിലർ, സൈക്കോതെറാപ്പിസ്റ്റ്, LD മാനേജ്മെന്റ് ട്രെയിനർ, റെമഡി പ്ലസ് ക്ലിനിക്, ഓമശ്ശേരി. കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ് ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നത്. ഒട്ടനവധി കേസുകൾ പലരും പറയാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഈ എപ്പിസോഡിൽ പറയാം. പ്രധാനമായും 3 കാരണങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒന്ന്, കുട്ടികളുടെ മാനസിക പ്രശ്നം കൊണ്ട് ഉറക്കിൽ മൂത്രമൊഴിക്കും. അതുപോലെ തന്നെ ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണവും ഉറക്കിൽ മൂത്രമൊഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പൈശാചികമായ ചില തടസ്സങ്ങൾ കാരണം, ഷെറുകൾ കാരണം ഉറക്കിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളും ഉണ്ട്. ഏറ്റവും കൂടുതൽ നാം കണ്ടുവരുന്നതും അതുപോലെ തന്നെ പല രക്ഷിതാക്കളും പറയുന്നതും കുട്ടികളുടെ ഈ ഒരു സ്വഭാവത്തെ എങ്ങനെ മാറ്റിയെടുക്കണം. പരമാവധി ഞങ്ങൾ പലതും ചെയ്യും, ചിലപ്പോൾ ഭയപ്പെടുത്തും, അല്ലെങ്കിൽ അടിക്കും, എന്നിട്ടൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം. 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾ കോമണായി ഉറക്കിൽ അവർ മൂത്രമൊഴിക്കുന്നവരാണ്. 5 വയസ്സ് വരെ നീളാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു രോഗമായി നാം കാണേണ്ടതില്ല. നാം മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ അവരെ അലട്ടുന്നുണ്ടോ എന്ന വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവൽ അനിവാര്യമാണ്. കുട്ടികൾ എന്തെങ്കിലും പേടിച്ചതിൻ്റെ പേരിൽ, എന്തെങ്കിലും കണ്ടതിൻ്റെ പേരിലൊക്കെ മാനസികമായ ഭയം അവരിൽ ഉടലെടുക്കുകയും ഇത് ഉറക്കിൽ അവർ നിരന്തരമായി കാണുകയും ചെയ്യുമ്പോൾ അവരിൽ ഇത്തരം മൂത്രമൊഴിക്കുന്ന ശീലം, പേടിച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്ന ശീലം ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ശാരീരികമായ ചില ബുദ്ധിമുട്ട് കാരണം. യൂറിയൻ ബ്ലാഡറിലെ ചില പ്രശ്നം, കുട്ടിക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള യൂറിയൻ ബ്ലാഡർ ആണെങ്കിൽ അത്തരം കുട്ടികൾക്കും ഇത്തരം സ്വഭാവം ഉണ്ടാകും. അഥവാ അവരുടെ മൂത്രസഞ്ചിയിലെ മസിലുകളുടെ പ്രയാസം കാരണം അവർക്കതിനെ താങ്ങി നിർത്താൻ കഴിയാതെ പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിച്ചു പോകുന്ന ശീലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശാരീരികമായ ഈ തടസ്സം കാരണം കുട്ടികൾക്ക് ഇത്തരം സ്വഭാവം അവർക്കുണ്ടാകും. അപ്പോൾ ഇത്തരം കുട്ടികളെ നാം മനസ്സിലാക്കേണ്ടത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമായി വരും. അതിന് അവരുടെ മസിൽ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടോ, ചിലത് മാത്രം മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കും. ഭൂരിപക്ഷം വരുന്ന പ്രയാസവും മാനസിക സംഘർഷം തന്നെയാണ്. അപ്പോൾ നാം പറയുന്ന റെമഡികൾ, ഇത്തരം കുട്ടികൾ മൂത്രമൊഴിക്കുന്നവരാണെങ്കിൽ അവരെ ഏത് സമയത്താണ് അവർ മൂത്രമൊഴിക്കുന്നത് എന്ന് നമ്മൾ ഒരു സമയം കണ്ടെത്തുകയും അവർ ഉണരുന്നതിൻ്റെ അല്പം മുമ്പ് അവരെ എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിക്കാൻ നാം ശ്രമിക്കുകയും വേണം. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. 9 വയസ്സ് ആയിട്ടും കുട്ടി ഈ ശീലത്തെ കുട്ടിക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കുട്ടിക്ക് തന്നെ പല നിലക്കും കോൺഫിഡൻസ് കുറവായി വരുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ ഇത് അവരറിയുമോ അല്ലെങ്കിൽ മറ്റുള്ളവരറിയുമോ എന്നുള്ള ഒരു മാനസികമായ പ്രയാസം കുട്ടിയെ അനുഭവിക്കുന്നത് കൊണ്ട് ആ ഒരു വിഷയത്തെ നാം പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, കുട്ടി ഏത് സമയത്താണ് മൂത്രമൊഴിക്കുന്നത് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് നാം കുട്ടിയെ എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്തായാലും നാം ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് നമുക്ക് അപകടമേ ചെയ്യൂ. ഒന്നിരിക്കൽ 1 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കുടിച്ചിരിക്കാം. അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുട്ടിയോട് മൂത്രം ഒഴിച്ചു വരാൻ പറയാം. അതുപോലെ തന്നെ മറ്റൊരു റെമഡിയാണ്, കുട്ടികൾ ഒരു ദിവസം മൂത്രമൊഴിച്ചില്ല എങ്കിൽ ആ കുട്ടിയെ നല്ല നിലക്ക് പോസിറ്റീവായ കാര്യങ്ങൾ കുട്ടിയോട് പറയാം. ഇന്നലെ നീ മൂത്രമൊഴിക്കാത്തത് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന ഒരു പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് നാം കൊടുക്കണം. അവിടെ കുട്ടിയുടെ മൈൻഡ് എന്ത് ചെയ്യും, ഒരു ഉഷാറിലേക്ക്, ഒരു കോൺഫിഡൻസിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് അവിടെ വർക്ക് ചെയ്യും. കാരണം മാനസിക സംഘർഷമുള്ളവരാകുമ്പോൾ അവരുടെ ബ്രെയിന് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി കാരണം അവിടെ മൈൻഡ് ഓപ്പൺ ആവുകയും ഇനി മൂത്രമൊഴിക്കൂല എന്നുള്ള ഒരു മനക്കരുത്ത് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നാം ചെയ്യേണ്ട ഒരു റെമഡിയാണ്. മറ്റൊന്ന്, പൈശാചികമായ ഷെറുള്ളവരാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ഇസ്ലാമികമായി ഒരുപാട് റെമഡികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഉണങ്ങിയ അവിലെടുത്ത്
അതിൽ 3 തവണ ലൗ അൻസൽന സൂറത്ത് ഓതി മന്ത്രിച്ച് അതെന്ത് ചെയ്യുക, വൈകുന്നേര സമയത്ത് കുട്ടിക്ക് കൊടുക്കുക. ഇത് വലിയ ഗുണം ചെയ്യും. അവരുടെ ആന്തരിക അവയവങ്ങൾക്ക് ശക്തിപ്പെടുത്തും. അവരുടെ ഞരമ്പുകളുടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനും അതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ യാ ഹഫീലു യാ മാനിഉ എന്ന അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഈ 2 നാമങ്ങൾ 313 തവണ ചൊല്ലി വെള്ളത്തിൽ ഊതി അതിൽ അല്പം തേൻ കൂടെ ഒഴിച്ചിട്ട് കുട്ടിയെ കുടിപ്പിക്കുക. ഇങ്ങനെ കുറഞ്ഞ ദിവസം 11 ദിവസം അല്ലെങ്കിൽ 17 ദിവസം 21 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ശൈത്താന്യത്തായ പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തീർച്ചയായും സാധിക്കും. ഈ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. മാനസികം, ശാരീരികം, പൈശാചികം. ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കുട്ടിയുടെ ഈ ഒരു രീതിയിലേക്ക് കുട്ടികൾ എത്തുന്നത്. അതുകൊണ്ട് ഇത് രോഗമായി നാം മനസ്സിലാക്കാതെ കുട്ടികളെ ഒരിക്കലും ഷൗട്ട് ചെയ്യാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി പറയാതെ ഇത്തരം കാര്യങ്ങളെ നാം പരമാവധി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ നന്നായി ഉണ്ടാവുകയും കുട്ടിയെ നല്ല രീതിയിലേക്ക് നല്ല നിലക്ക് വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കണം. ഈ 3 കാര്യങ്ങൾ നന്നായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്ത വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും.